പലരെയും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് അലർജി ഫംഗൽ സൈനസൈറ്റിസ് ഉൾപ്പെടെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ്. ഇതിന് തൊട്ടവരെല്ലാം മരുന്നിന് പോകുന്നതിന് പകരം ചെറിയ രീതിയിലുള്ള ഒരു എക്സർസൈസാണ് ഇന്ന് ഞാൻ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. ശ്വാസകോശത്തിൽ കൂടി പരമാവധി വായുവിനെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വിടുക. അതിനുവേണ്ടി നമ്മൾ 2 കൈകളിൽ 2 5 കിലോ വീതം തൂക്കമുള്ള 2 സാധനങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് വലിയ ഭാരമുള്ള 2 സാധനങ്ങളെ ഏറ്റവും ശ്വാസം നല്ലവണ്ണം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുകയും അതുപോലെ തന്നെ താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അങ്ങനെ 20 പ്രാവശ്യം ഇതെടുക്കുക. അങ്ങനെ 20x3 എടുക്കുക എന്നൊരു രീതിയാണ് ഞാനീ പറയുന്നത്. വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് വജ്രാസനത്തിൽ ഇരിക്കുക, അല്ലാത്തൊരു സുഖാസനത്തിൽ ഇരുന്ന് ചെയ്യാം. ഇത് രണ്ടും കഴിയാത്തവർ കസേരയിൽ ഇരുന്ന് ചെയ്യാം. അത്ര എഫക്റ്റ് കുറവാണെങ്കിൽ ശരി, നമുക്ക് ഒരുപാട് ആശ്വാസങ്ങൾ കിട്ടുന്ന ഒരു രീതിയാണ് ഞാൻ തുടങ്ങുകയാണ്. ഒരു മിനിറ്റ് വിശ്രമിച്ച ശേഷം വീണ്ടും 2 പ്രാവശ്യം ആവർത്തിക്കുക. ഇതിനെ ഭസ്ത്രിക പ്രാണായാമം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ശ്വാസകോശം മുഴുവൻ നമ്മുടെ ഓക്സിജൻ നിറഞ്ഞിട്ട് പുറത്തേക്ക് വിടുമ്പോഴത്തേക്ക് ശ്വാസകോശത്തിൻ്റെ ലങ്സ് കപ്പാസിറ്റി വർദ്ധിച്ചിട്ട് നമ്മുടെ മൂക്കിലും കണ്ടമറ്റത്തിലും കഴുത്തിനും മുകളിലുള്ള എല്ലാ അശുദ്ധമായിട്ടുള്ള വസ്തുക്കളും മുഴുവൻ പുറത്തു ചാടുക ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലാണ്. ഇതിന് പുറമെ വേറെ ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടവരാണ് കപാലപതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഒരു മൂക്കിനെ ഒരു തള്ളവിരൽ കൊണ്ട് ഈ മൂക്കിൻ്റെ ഈ ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് മറ്റേ ഭാഗം തുറന്നു പിടിക്കും. എന്നിട്ട് ശക്തമായ രീതിയിൽ വായുവിനെ എടുത്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇത് അടയ്ക്കുക. എന്നിട്ട് ഇതിൽ കൂടെ പുറത്തേക്ക് വിടുക. അത് കഴിഞ്ഞിട്ട് ഇതിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് ഇത് അടയ്ക്കുക, ഇപ്പുറത്തൂടെ വിടുക. അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. 1 മിനിറ്റ് വിശ്രമിക്കുക, വീണ്ടും 10 പ്രാവശ്യം ചെയ്യുക, 1 മിനിറ്റ് വിശ്രമിക്കുക, വീണ്ടും 10 പ്രാവശ്യം ചെയ്യുക, 1 മിനിറ്റ് വിശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ ദിവസവും രാവിലെ ഒരു 10 മിനിറ്റ് ഇത് ചെയ്യുകയാണെങ്കിൽ സമയക്കുറവുള്ളവർക്ക് വളരെയധികം ആശ്വാസം കിട്ടും. സമയമുള്ളവർ വൈകുന്നേരവും വെറും വയറ്റിൽ വേണം ചെയ്യേണ്ടത്. വയറ് നിറച്ച ആഹാരം കഴിക്കാൻ പാടില്ല. ഇങ്ങനെ 3 പ്രാവശ്യം 10x3 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം 1 മിനിറ്റ് വിശ്രമം, വീണ്ടും നമ്മുടെ ഊർജ്ജപ്രവാഹം ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും 10 പ്രാവശ്യം, വീണ്ടും 1 മിനിറ്റ് വിശ്രമം, വീണ്ടും 1 പ്രാവശ്യം. കപാലപതി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മൂലബന്ധം, അതായത് മലദ്വാരത്തിൻ്റെ ഭാഗം അകത്തോട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് 10 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് റിലീസ് ചെയ്തതിന് ശേഷം റെസ്റ്റ് എടുക്കുക. വീണ്ടും മലദ്വാരം പിടിച്ചുകൊണ്ട് തന്നെ മൂലബന്ധത്തിൽ പിടിച്ചുകൊണ്ട് വീണ്ടും 10 പ്രാവശ്യം, വീണ്ടും റിലാക്സ് ചെയ്യുക 1 മിനിറ്റ്, വീണ്ടും അതുപോലെ തന്നെ മൂലബന്ധം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും 10 പ്രാവശ്യം. അങ്ങനെ വരുമ്പോൾ 30 പ്രാവശ്യം വരും. അപ്പോൾ അങ്ങനെ 20 പ്രാവശ്യം 20x3 നമ്മുടെ ഭസ്ത്രിക പ്രാണായാമവും 10x3 നമ്മുടെ കപാലപതിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയും. വളരെയധികം ആശ്വാസം കിട്ടും. എല്ലാവർക്കും ആയുരാരോഗ്യം സൗഖ്യവും. ലോക സമസ്ത സുഖിനോ ഭവന്തു.